ബ്രിട്ടീഷ് ഇന്ത്യ കാലത്ത് ഡൽഹിയിലെ കൊടും ചൂടിൽ നിന്ന് ജനങ്ങൾക്ക് സമാധാനം നൽകാൻ ഒരു യുനാനി മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി രൂപം കൊടുത്ത ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് വളരെ മുമ്പ് 1906 യുനാനി ഡോക്ടറായിരുന്ന ഹക്കീം ഹഫീസ് അബ്ദുൽ മജീദ് എന്ന വ്യക്തിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹം ചില പച്ചമരുന്നുകൾ, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, വേരുകൾ തുടങ്ങിയവ മിക്സ് ചെയ്ത് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഡ്രിങ്കാണ് റൂഹ് അഫ്സ. അദ്ദേഹത്തിൻ്റെ കമ്പനിയായിരുന്ന ഹംദർദ് എന്ന കമ്പനിയുടെ അണ്ടറിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അദ്ദേഹം ലോഞ്ച് ചെയ്തത്. 1947 ഇന്ത്യ സ്വതന്ത്രമായ ശേഷം അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ഇന്ത്യയിൽ തന്നെ നിലനിന്നു. ചെറിയ മകൻ പാകിസ്ഥാനിലേക്ക് മൂവ് ചെയ്തു. അങ്ങനെ റൂഹ് അഫ്സ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയായിരുന്നു. ഈ ഒരു പ്രൊഡക്റ്റ് ഈ രണ്ടുപേരും കൂടി രണ്ട് രാജ്യങ്ങളിലും തുടർന്നു വരുന്നു. പാകിസ്ഥാനിലേക്ക് പോയ അനിയൻ അവിടെ ഈ ഒരു പ്രൊഡക്റ്റ് തുടർന്നു. ഇന്ത്യയിലെ മൂത്ത മകൻ ഇന്ത്യയിലും ഈ ഒരു പ്രൊഡക്റ്റ് വിൽപ്പന തുടർന്നു. ഡൽഹിയിലെ കൊടുംചൂടിൽ ഈ ഒരു പ്രൊഡക്റ്റ് വളരെ പെട്ടെന്ന് തന്നെ ആൾക്കാർക്കിടയിൽ സ്ഥാനം പിടിച്ചു. റംസാനിലെ നോമ്പ് തുറക്കും മറ്റും ഒഴിച്ചുകൂടാനാകാത്ത ഒരു പ്രൊഡക്റ്റായിട്ട് ഇത് മാറി. ഇത് വെറും വെള്ളത്തിൽ ചേർത്തും പാലുമായിട്ട് ചേർത്തും ഫലൂഡ, ഐസ്ക്രീം അങ്ങനെ പല പ്രൊഡക്റ്റായിട്ട് ചേർത്തും ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിനെ എതിരിടാനായി മറ്റു പല കമ്പനികളും ഇതേപോലെയുള്ള പല ഡ്രിങ്കുകളും ലോഞ്ച് ചെയ്തെങ്കിലും ഒന്നിനും ഈ റൂഹ് അഫ്സയുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഇതിൻ്റെ പാക്കേജിങ് പല മാറ്റങ്ങളും കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുണ്ട്. ആദ്യകാലത്ത് ഗ്ലാസ് ബോട്ടിലായിരുന്നെങ്കിലും ഇപ്പോൾ അത് പെറ്റ് ബോട്ടിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഫോർമുല അവരിപ്പോഴും അത് കീപ്പ് ചെയ്ത് വരുന്നു. ഒരു നൂറ്റാണ്ടിന് ശേഷവും ഇന്ത്യക്കാർക്കിടയിൽ ഈ ഒരു പ്രൊഡക്റ്റിന് ഇന്നും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം നിലനിർത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ താഴെ ചെറിയ പോയിൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്.